ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ടുള്ള കറിയാണ് കേട്ടോ. ഇത് നമ്മൾ പതിവിലും വ്യത്യസ്തമായിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പകുതി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ആ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ, ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട ചുട്ട മുളകാണ്. അതൊരു 5-6 എടുക്കാം. എന്നിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. എണ്ണയും വറുത്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ തേങ്ങയും ചുട്ടെടുത്ത വറ്റൽമുളകും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലിപ്പമുള്ള, അതായത് ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ 2 സ്പൂൺ പച്ചരിയാണ്. 20 മിനിറ്റ് കുതിർത്തെടുത്ത പച്ചരിയാണ്. അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം മാത്രം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം തിളയ്ക്കണ്ട. ഒരുപാട് നേരം തിളച്ച് കഴിഞ്ഞാൽ കറി കുറുകി വരും. നമ്മൾ പച്ചരി ചേർത്തതാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയാൽ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളക്കി വന്നുകൊണ്ടിരിക്കും. നമുക്കിതിലേക്ക് വറുത്തിടാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം. അപ്പോൾ അങ്ങനെ വറവിട്ടതിന് ശേഷം അവസാനമായിട്ട് ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കടുകാണ്. ഒരു 1/4 ടീസ്പൂൺ കടുക് കല്ലിൽ വെച്ചൊന്ന് ചതച്ച് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം അപ്പോഴേ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് കിട്ടും കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയ നല്ലൊരു കുമ്പളങ്ങ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോരുതേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്